വെച്ചതല്ല, അള്ള വെച്ച നിയമമാണ് ആ നിയമം. ആ നിയമത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. നിയമം രണ്ടക്ഷരമാണ്, കാര്യം ഗൗരവമുള്ളതാണ്. ഒരു സുപ്രീം കോടതിൻ്റെ ജഡ്ജി പോലെയാണ് ഖാദി എന്നുള്ളത്. ആ ഖാദിൻ്റെ അണ്ടറിലാണ് വഖഫ് വരെ. അതിന് മുമ്പ് അങ്ങോട്ട് പോകില്ല. കഴിഞ്ഞില്ലേ? ഏത് സംഘം നിങ്ങൾ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു റൂൾസ് നടക്കുമ്പോൾ നിങ്ങൾ ആരെ കൊണ്ടുവന്നു, ആരെ കൊണ്ടുവന്നില്ല എന്ന് ഖാദിയോട് ചോദിക്കണേ. ഇല്ലെങ്കിലും കുറ്റക്കാരാണ്. ഇൻഷാ അല്ലാഹ് ആ മഹ്ശറിൽ വെച്ച് ഞാൻ പിടിക്കും. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. കൊഷിക്കുള്ളതല്ല. ഈ കിടക്കുന്ന ഔലിയാക്കന്മാർ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഈ ഉറൂസ് എല്ലാം നടത്തി വിചാരിച്ച് നിങ്ങൾ സ്വീകരിച്ചു അപ്പം വിചാരിച്ച് നടക്കൂല മക്കളെ, നടക്കൂല. കുറേ അജ്മീർ നൂറ്, എന്തെല്ലാം നൂറാണ് ഇവിടെ വന്നത്. എന്ത് നൂറാണ്? അജ്മീറും തങ്ങളും എന്താ ഇവർക്ക് ബന്ധമുള്ളത്? കള്ളക്കീക്കത്തെല്ലാം വന്നിക്കുന്നു. അതിൻ്റെ പേരല്ല നിങ്ങൾ ഈ ഉറൂസിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിച്ച ആന ഉത്തരവാദിത്വം. നിങ്ങൾ നാളെ മറുപടി പറയണ്ടേ? ഖാദിയായ ഖാദി ഒഴിവാകും. ഞാൻ നല്ല വീട് വേറൊരു ഖാദിയോട് വന്നു കഴിഞ്ഞാൽ ആ ഖാദിയോട് ചോദിക്കണ്ടേ? നിങ്ങളെ കുഷി പോലെ പോകാനുള്ളതാണ് ഈ ഉറൂസ്. നിങ്ങളുടെ ഇതെല്ലാം ആയല്ല. നിങ്ങൾ വിചാരിക്കുന്നുള്ള ഈ മഹാനവറുകളെ സ്വീകരിക്കുന്നുള്ളത്? മാനമുള്ള മോമിനിങ്ങളെ ആലോചിക്കണം. കളിക്കുള്ളതല്ല ദീൻ, നമ്മളെ കൊഷിക്കുള്ളതല്ല ദീൻ. അള്ളാഹുവിൻ്റെ ദീനാണ്. രണ്ട് തോണിയിൽ കാൽവെക്കലല്ല. ആ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യ കൽബുള്ളയാളെന്ന് ഓട്ടം. ഇത്രയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിലും അവനും നരകത്തിലാണ്. അത് ഖാദിയാർ ഒഴിച്ച്, ഖത്തീബ് ഒഴിച്ച്, മുദരിസ് ഒഴിച്ച്, പ്രസിഡന്റ് ഒഴിച്ച്, സെക്രട്ടറി ഒഴിച്ച്, ഭാരമായി ഒഴിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആര് ചിത്തനുണ്ടാക്കിയോ നരകം കാണേണ്ടി വരും. സംശയത്തിൻ്റെ വഴി വേണ്ടതില്ല. നിങ്ങൾ